ഇനി നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ ഫൈറ്റ് ഇന്നാണ്. ഏഷ്യ കപ്പ് ഫൈനൽ പോരാട്ടത്തിന് ഇനി കുറച്ച് നിമിഷങ്ങൾ എന്ന് പറയാം, മണിക്കൂറുകളെ നമുക്ക് നിമിഷങ്ങളാക്കി ചുരുക്കാം അല്ലേ. അത്രമാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ പ്രവചനങ്ങളെയും ശരിവെച്ചുകൊണ്ട് ഇനി ഫൈനൽ നടക്കാൻ പോവുകയാണ്. എതിരാളി പാകിസ്ഥാനാണ്. മറ്റൊരു ടീമിനുമില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തി. ടൂർണമെന്റിൽ 300 റൺസ് പിന്നിട്ട അഭിഷേക് ശർമ്മയുടെ പ്രകടനമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 2020 ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമായും ഇതിനോടകം അഭിഷേക് മാറിക്കഴിഞ്ഞു. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇപ്പോൾ 7:10 ആയിട്ടുണ്ട്. 50 മിനിറ്റുകൾക്കപ്പുറത്തേക്ക് മത്സരം ആരംഭിക്കും. ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടത്തിന് ദുബായിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പലതരത്തിൽ ഇത് ലോകം ഉറ്റുനോക്കുന്ന ഫൈനലാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ ടൂർണമെന്റിൽ പലയിടങ്ങളിലും നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ, പല മത്സരങ്ങളിലും കണ്ടതൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. സെൽഫി സ്റ്റിക്ക് അടക്കമുള്ള വസ്തുക്കൾ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരരുതെന്നുള്ള കർശന നിർദ്ദേശം ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. 30,000 പേർ കളി കാണാൻ എത്തുമെന്നുള്ള വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, എല്ലാവരും കാത്തിരിക്കുന്ന ഫൈനലാണ്. അത് തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്റ്റേഡിയത്തിന് ചുറ്റും ആളുകൾ നിറഞ്ഞോ? സ്റ്റേഡിയത്തിനകത്തേക്ക് കയറി തുടങ്ങിയോ? അക്ഷയ, തീർച്ചയായും ക്രിക്കറ്റ് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫൈനൽ, സ്വപ്ന ഫൈനൽ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇത്തവണ പരാജയം ഒന്നും ഏറ്റുവാങ്ങാതെ ഇന്ത്യ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇരു ടീമുകളും എത്തിക്കഴിഞ്ഞു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 2 ടീമുകളും എത്തിക്കഴിഞ്ഞു. ആരാധകരാണെങ്കിൽ ഇതുപോലെ ഒഴുകി എത്തുകയാണ്. ഏതാണ്ട് ഒരു 3 മണി മുതൽ, അതായത് മത്സരം ആരംഭിക്കുന്നതിനും 3 മണിക്കൂർ മുൻപ് മുതൽ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഈ സീസണിൽ ഏഷ്യ കപ്പിൽ എത്താത്ത അത്രയധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം ആരാധകർ കളി കാണാൻ എത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. അതിന്റെ ഭാഗമായി തന്നെ കനത്ത സുരക്ഷാ സന്നാഹം സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന റോഡൊക്കെ, നിരവധി റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിന് പുറത്തും നമുക്ക് പോലീസിന്റെ വലിയ സന്നാഹം എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ. ആരാധകരാണെങ്കിൽ വലിയ തരത്തിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ കാണാം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ തന്നെയാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യക്ക് വലിയ വിജയം സമ്മാനിക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ്. അക്ഷയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സീസണിൽ ആദ്യം പാകിസ്ഥാനെ നേരിട്ടപ്പോൾ 6 വിക്കറ്റിൽ തോൽപ്പിച്ചു. പിന്നീട് പാകിസ്ഥാനെ നേരിട്ടപ്പോൾ 7 വിക്കറ്റിൽ തോൽപ്പിച്ചു. ഇങ്ങനെ കനത്ത വിജയം പാകിസ്ഥാനെതിരെ നേടിയതിന്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. ചിലരൊക്കെ പുറകിലായി വരുന്നൊക്കെ കാണാം. അവരുടെ പ്രതികരണം എടുക്കാൻ പറ്റുമോ സുരേഷ്? തീർച്ചയായും ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. We will win the cup. 100%. No doubt. No doubt. 100% every time, again and again and again. How you see our batting? I think we already lined up quite balanced. We have a good opener, we have a good middle order, and I think even the tail enders can bat pretty well. So very confident. Let's do this again. Right. ഇതാണ് ഇനി മണിക്കൂറുകൾ മാത്രം. മത്സരം തുടങ്ങാൻ ഏതാണ്ട് ഒരു 40 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞ അവസാനം വരെ ഇന്ത്യക്കുള്ള ഈ പിന്തുണ തന്നെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇന്ത്യൻ ആരാധകർ ഏറ്റവും അധികം എത്തുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് ദുബായിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യക്ക് തന്നെയാണ് എപ്പോഴും ആരാധകരുടെ പിന്തുണയുള്ളത്. അത് തന്നെ ഇന്ത്യൻ ടീമിന്റെ വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ്. മാത്രമല്ല, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും നമുക്കുള്ള ഒരു മേൽക്കൈ, അത് ഇത്തവണ ഇനി മണിക്കൂറുകൾ മാത്രം അത് നിലനിർത്തിയ ഇത്തവണ കപ്പ് ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. സ്റ്റേഡിയത്തിലേക്ക് ഓടിക്കയറുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ വലിയ ആഘോഷത്തിലാണ്. നേരിട്ട് ഇതിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നതും ഈ സ്പോർട്സ് ഒക്കെ, ക്രിക്കറ്റിനെ അത്രമേൽ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാജിക്കൽ മൊമെന്റ് ആണ്. അത് കാത്തിരിക്കുന്ന നിമിഷമാണ്. ആ പോരാട്ടത്തിനാണ് ഇനി കുറച്ച് നിമിഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.